ഇന്ന് ലീഡേഴ്സ് ഫോണുകൾ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ TV രാജേഷാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ TV രാജേഷ്. ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ശ്രീ TV രാജേഷ്, ഈ നിലമ്പൂരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒന്ന്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വൈകിയെങ്കിലും പറഞ്ഞ അതേ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നു. റോഡ് ഷോയോട് കൂടി തന്നെ ഔദ്യോഗികമായി പ്രചരണത്തിന് M സ്വരാജ് തുടക്കം കുറിക്കാനും പോവുകയാണ്. പാർട്ടി തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണോ നിലമ്പൂരിൽ? അല്ല, ആദ്യമായിട്ടൊരു തിരുത്താണ്. കാരണം നോമിനേഷൻ കൊടുക്കുന്നതിന് തീയതി അവസാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാർട്ടി ഉചിതമായ സമയത്താണ് ഉചിതമായൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. കാരണം ഒന്ന്, രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻ കുതിപ്പ്, ഇതൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം ഒരു തുടർ ഭരണം ഉണ്ടാകും എന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻറ് നേട്ടങ്ങളും രാഷ്ട്രീയ സാഹചര്യവും ഏറ്റവും മനോഹരമായി ജനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, കേരള രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന, കേരള രാഷ്ട്രീയത്തിലെ വളരെ ഔന്നിത്യമാർന്ന വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ശ്രീ സ്വരാജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മികച്ച വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ TV രാജേഷ്, നിലമ്പൂരുമായി ശ്രീ M സ്വരാജിന് നിലമ്പൂരുകാരനാണ് അദ്ദേഹം. പക്ഷേ എങ്കിൽ കൂടി CPM-ന്റെ ഒരു സംസ്ഥാന നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ നിലമ്പൂരിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന നിലമ്പൂരുകാരനായ ഷൗക്കത്തിന് എത്രത്തോളം വെല്ലുവിളി ഉയർത്താൻ M സ്വരാജിന് കഴിയുമെന്നാണ് ഇടതു കേന്ദ്രം വിശ്വസിക്കുന്നത്? അല്ല, നിലമ്പൂർ സീറ്റ് ഏതെങ്കിലും ഒരു മുന്നണിയുടെ കുത്തകയല്ല. നിലമ്പൂരിൻ്റെ സുദീർഘമായ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും മാറിയും മറിഞ്ഞും മുന്നണികൾ അവിടെ വിജയിച്ചിട്ടുണ്ട്. സ്വരാജിന് യഥാർത്ഥത്തിൽ കൈവെള്ള പോലെ സുപരിചിതമായൊരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അദ്ദേഹം പഠിച്ചത് അവിടെയാണ്. പോത്തുകലിൽ ജനിച്ചു, അവിടെ വളർന്നു. നിലമ്പൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക്, നേതൃനിരയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അവിടുത്തെ എല്ലാ പ്രദേശങ്ങളും അദ്ദേഹത്തിന് വളരെ സുപരിചിതമാണ്. അവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നല്ല സൗഹൃദമുള്ള നേതാവാണ് സ്വരാജ്. അതുകൊണ്ട് തന്നെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം തനി നിലമ്പൂരുകാരനായ സ്വരാജിന് അവിടെ ആര് മത്സരിക്കും എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം സ്വരാജിന് കൂടുതൽ അനുകൂലമാവുകയാണ്. യെസ്, ശ്രീ TV രാജേഷ്, ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ കുറച്ച് വൈകി എന്ന് പറയാനുള്ള കാരണം തന്നെ ഈ നേരത്തെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ആ ഒരു ഇതിലാണ് ഞാൻ താങ്കളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ UDF നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ 5 ദിവസമായിട്ടും ആ മണ്ഡലത്തിൽ മതിയായ പ്രചരണം തുടങ്ങി വയ്ക്കാൻ ആ മുന്നണിക്ക് കഴിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം PV അൻവറിൽ തട്ടി ഓരോ ദിവസവും ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇന്നിപ്പം PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ തീരുമാനമൊക്കെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. 9 മണിക്ക് PV അൻവറിന്റെ വാർത്താ സമ്മേളനം നമുക്ക് വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം മറന്ന് എല്ലാം തിരുത്തി കോൺഗ്രസിനൊപ്പം നിൽക്കാനാണ് PV അൻവർ തീരുമാനിക്കുന്നതെങ്കിലും ശ്രീ TV രാജേഷ്, അങ്ങേക്ക് അറിയാവുന്ന പോലെ ഈ PV അൻവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ പാർട്ടിയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനെതിരെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയാൽ പോലും നിലമ്പൂരുകാർ ഇതൊക്കെ കണ്ടതല്ലേ, അവരിതൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളിനെ കൂടെ കൂട്ടുന്നത് ആ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അങ്ങ് കരുതുന്നോ? ഒരിക്കലുമില്ല. കാരണം അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും യഥാർത്ഥത്തിൽ വസ്തുതയില്ലാത്തതാണെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം എത്തിച്ചേർന്ന രാഷ്ട്രീയ പാപ്പരത്വം, അധപ്പതനം, ഇതെല്ലാം തന്നെ കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിലമ്പൂരിലെ ജനങ്ങൾക്കും അതറിയാം. അദ്ദേഹം വലിയ കുഴലൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. പക്ഷേ ആ വരവ് യഥാർത്ഥത്തിൽ
പിന്നീട് ഒന്നുമല്ലാതായി തീരുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ UDF അദ്ദേഹത്തെ ചെളിക്കുണ്ടിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PV അൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ UDF നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മൂടിവെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വൈകിയിരുന്നെങ്കിൽ UDFൻ്റെ ചിത്രം ഇതാകുമായിരുന്നില്ല. കാരണം UDFനകത്ത് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നിട്ടുള്ളത്. പുറമേ ശാന്തമാണെങ്കിലും അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അകം നീറിപ്പോകുകയാണ്. തീർച്ചയായിട്ടും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ സ്ഥിതി ഒട്ടും ഭദ്രമല്ല. സ്ഥാനാർത്ഥിത്വം UDFൽ നല്ലൊരു വിഭാഗത്തെ അകത്ത് പിണക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. UDFൽ നിന്ന് നല്ലൊരു പിന്തുണ, UDF അനുഭാവികളുടെ നല്ലൊരു പിന്തുണ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വരാജിന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന് അനുയോജ്യനായ അർഹനായ ഒരു MLA ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ അത് ഏത് മുന്നണിയിൽപ്പെട്ടവരായാലും ആ മുന്നണിയിൽപ്പെട്ട ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് വലിയ ഭൂരിപക്ഷം സ്വരാജിനെ സമ്മാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സ്വരാജിനെ ഏത് തലത്തിൽ നോക്കിയാൽ, ഏത് അളവിൽ വെച്ച് നോക്കിയാലും, എങ്ങനെ തൂക്കി നോക്കിയാലും സ്വരാജിനോടൊപ്പം വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ അപ്പുറത്തുള്ളതെന്നൊക്കെ ജനങ്ങൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ പ്രചരണവും ഇന്ന് തുടങ്ങുകയാണ്. അങ്ങയോട് ഞാൻ ഈ PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. കാരണം ഈ PV അൻവർ ഇന്ന് എന്തൊരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെന്ന കാര്യം നമുക്കറിയില്ല. ഒരുപക്ഷെ ഇപ്പോൾ UDF ഒറ്റക്കെട്ടായി നിലപാടുകൾ തിരുത്തി അൻവർ വന്നാൽ സ്വീകരിക്കണമെന്ന നിലപാടൊക്കെ ഇടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇനി TMC ആയി സ്വതന്ത്രനായി മത്സരിക്കാനൊക്കെ ചിലപ്പോൾ അൻവർ ഒരു തീരുമാനം എടുത്തേക്കും, അറിയില്ല. 9 മണി വരെ കാത്തിരിക്കണം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇനി TMC ആയി തന്നെ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും അത് ഇടത് മുന്നണിക്ക് എത്രത്തോളം നിർണായകമായിരിക്കും? കാരണം കഴിഞ്ഞ 15 വർഷമായി ഇടത് സ്വതന്ത്രനായി നിലമ്പൂരുകാർക്ക് അറിയാവുന്ന, നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു PV അൻവർ. അല്ല, അദ്ദേഹം എടുത്ത നിലപാടുകളാണ് അദ്ദേഹത്തിന് വിനയായി മാറിയിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ നിലപാടുകളിൽ സ്ഥൈര്യമുണ്ടാകണം, നിലപാടുകളിൽ സ്ഥിരതയുണ്ടാകണം. അദ്ദേഹത്തിന് അതില്ല. മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഒട്ടുമിക്കതും വളരെ ബാലിശമാണ്. ഈ ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കുത്തുകയാണ്. നമ്മൾ കണ്ടു അവസാനം അവിടെ അദ്ദേഹം പറഞ്ഞ് എവിടെ എത്തി. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം 2-2 4 ആകണം എന്നില്ല. ഇന്നിപ്പോൾ അവിടെ മത്സരം LDFും UDFുമായി മാറിയിരിക്കുകയാണ്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി LDFന് വ്യക്തമായ മുൻകൈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രശ്നമല്ല. അൻവർ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി മാറുമോ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്? കാരണം ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇനി ഒരു വർഷമേ കാലാവധിയുള്ള നിലമ്പൂരിൽ ആര് വന്നാലും ഒരു വർഷമാണ്. അടുത്ത വർഷം നമ്മൾ വലിയ 2 തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോവുകയാണ് സംസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് വിധി അതെന്താണെങ്കിലും അത് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകുമോ? അല്ല, അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളും നിലപാടുകളും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ യാതൊരു ഭയവുമില്ല. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയങ്ങൾ, നിലപാടുകൾ, 9 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. നമ്മൾ റോഡുകളിലേക്ക് പോയാൽ, സ്കൂളിൽ പോയാൽ, ആശുപത്രികളിൽ പോയാൽ കേരളത്തിൽ ഈ കഴിഞ്ഞ 9 വർഷം ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായ വിസ്മയാവഹമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും അനുഭവവേദ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഗവൺമെൻറ് കാര്യങ്ങൾ പറയാൻ ഭയപ്പെടേണ്ടത്? വ്യക്തമാണ് ശ്രീ TV രാജേഷ്. വളരെയധികം നന്ദി നമുക്കൊപ്പം ചേർന്നതിനും ഹലോ മലയാളത്തോടൊപ്പം ഇത്രയും സമയം ചിലവിട്ടതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.